ഡൊമ്മിക്ക് 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 ഡൊങ്കിരി പട്ടാള. ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്. ഞാൻ പോവാണ് കേസ്. ഇനി ഇവിടെ നിന്ന് അമ്മേനെ അടിച്ച് വെളിയിലെറി. പി ജിന്ന് വന്നു കഴിഞ്ഞാൽ ഞാനും ജാനിയും കൂടെ വീട് ഇളക്കി മറിക്കൽ അതൊരു പതിവാണ്. ഞാൻ പിന്നെ കുറച്ച് ഡൗൺ ആണെങ്കിൽ അതങ്ങോട്ട് കൂടും. അങ്ങനെ അത് സഹിക്കാൻ വയ്യാതെയുള്ള അമ്മയുടെ പ്രതികരണമാണ് നിങ്ങളിപ്പോ കണ്ടത്. ഇനി വീട്ടിലുള്ള കളിയൊന്നും നടക്കില്ല. അപ്പൊ ഇനി പുറത്ത് സ്കൂട്ടി എടുത്ത് പുറത്തു പോകണമെങ്കിൽ ഷീസ് മസ്റ്റ്. ദിസ് ഈസ് മൈ വേതാളം. അങ്ങനെ അവളെ പിക്ക് ചെയ്ത് നേരത്തെ ഇങ്ങോട്ടാണ് വന്നത്. കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വല്ല ഭക്ഷണം കഴിക്കുമ്പോഴോ ഒരു ജോഡി തുണി എടുക്കുമ്പോഴോ ഒക്കെ എന്റെ ആ ഒരു ഇതങ്ങ് തീരുന്നതാണ്. എന്നാൽ ഇപ്രാവശ്യം ഞാനൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ കുറെ നാളായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് എന്റെ കാതില് കമ്മലുകളുടെ എണ്ണ ഒന്ന് കൂട്ടാന്നുള്ളത്. ഈ ജോഡി കൂടെ അടിക്കണമെന്ന് പറഞ്ഞാണ് കേട്ടോ ഞാൻ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോ കഥ മാറി. ഒരു ജോഡി അടിച്ചപ്പോ പോരാ, ഇനിയും എനിക്ക് പെയിൻ വേണം താന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു ജോഡി കൂടി അടിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ വീണ്ടും അടിക്കാൻ പോവാണ്. ചേച്ചി എന്നെ കുറച്ച് ചെരിച്ചൊക്കെ അങ്ങ് കിടത്തി. ഇനിയിപ്പോ നമുക്ക് കുറച്ച് വലിയ കളികളാണ്. അതെ, അടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആഹാ, നല്ല സുഖമായിരുന്നു കേട്ടോ. ഇപ്പൊ ഒറ്റക്കാതിലടിച്ചിട്ട് ഓടാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ഇതുകൂടെ അടിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അടിക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും കാണികളുടെ എണ്ണമൊക്കെ അങ്ങ് കൂടിയായിരുന്നു കേട്ടോ. എനിക്ക് സത്യത്തിൽ സൂചിയൊക്കെ ഭയങ്കര പേടിയുള്ള ആളാണ്. പക്ഷെ അത്രയും ആഗ്രഹം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈ സൂചി വേദന മാത്രം ഞാൻ സഹിക്കാറുണ്ട്. അതങ്ങനെ ആണല്ലോ, നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി നമ്മൾ എത്ര വേദനയും സഹിക്കുമെന്നാണല്ലോ. അത് തന്നെ. അങ്ങനെ ആ ഒരു അത് തന്നെ അതങ്ങ് തീർന്നു. ഇത്രയും കുത്ത് മേടിച്ചിട്ടും ഒരു തുള്ളി കണ്ണീര് പോലും എന്റെ കണ്ണിൽ നിന്ന് വന്നില്ല. അങ്ങനെ കുത്തൊക്കെ മേടിച്ച് ഇവളെയും കൊണ്ട് വീട്ടിലാക്കി. നേരെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും രാത്രിയായി. നല്ല മഴയത്ത് നനഞ്ഞ് കുതിർന്നാണ് കേട്ടോ വന്നത്. ഇനി നമുക്ക് അമ്മയെ കാണിക്കാം. കാര്യങ്ങളൊന്നും ഒന്നും അങ്ങോട്ട് ശരിയാവണില്ലല്ലോ. എന്തോ മഴയായതുകൊണ്ടായിരിക്കും. അപ്പൊ ശരി, എന്തെങ്കിലും നല്ല വേദന ഉണ്ട് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.